കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ലീഡർ കെ സുധാകരൻ മാറുമ്പോൾ പകരം യുവാവും കോൺഗ്രസിന്റെ തീപ്പൊരിയുമായ മൂവാറ്റുപുഴ എം.എൽ.എ. ഡോക്ടർ മാത്യു കുഴൽനാടൻ എത്തുമെന്നായിരുന്നു കരുതപ്പെട്ടത്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് തഴക്കവും പഴക്കവും ചെന്ന നേതാവ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വൈദ്യുത വകുപ്പ് മന്ത്രിയായതോടെ പുതിയൊരാൾ അധ്യക്ഷ പദവിയിലേക്ക് എത്തണമെന്ന നിർദ്ദേശമുണ്ടായി. പല പേരുകൾ ചർച്ചയിലെത്തുകയും പരിഗണനയിൽ വരികയും ചെയ്തു. എന്നാൽ ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്യു കുഴൽനാടന്റെ പേരാണ് എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. ജൻസികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അഭിമതനായ ഡോക്ടർ മാത്യു കെ.പി.സി.സി പ്രസിഡന്റ് ആകേണ്ടത് കേരളത്തിൽ കോൺഗ്രസിന്റെ വൻ മുന്നേറ്റം ഉണ്ടാകുവാൻ ഇടവരുത്തുമെന്നാണ് ഹൈക്കമാൻഡും കണക്കാക്കുന്നത്. വളർന്നു വരുന്ന തലമുറയെയും ഈ രാജ്യത്തെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനെതിരെയാണോ നമ്മൾ പോരാടിയത്, എന്തിനെതിരെയാണോ നമ്മൾ പോരാട്ടം നയിച്ചത്, ആ ദുഷ്ടശക്തികൾ ഇന്ന് ഈ രാജ്യത്ത് ഒരിക്കലും കൂടി തലതൊക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ മാത്യു കുഴൽനാടനെ കെ.പി.സി.സി പ്രസിഡന്റ് ആക്കണമെന്ന താല്പര്യത്തിനാണ്. CPM-നെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയും ചെയ്യാൻ കഴിയുന്ന നേതാവെന്ന നിലയിലാണ് കുഴൽനാടന്റെ പേര് പരിഗണിക്കപ്പെടുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ A.K. ആന്റണി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സുധാകരൻ എന്നിവർ മാത്യു കുഴൽനാടനെ പിന്തുണയ്ക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പിന്തുണയും കുഴൽനാടന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പാർട്ടി വൃത്തങ്ങളിൽ ചർച്ചയുണ്ട്. കെ.പി.സി.സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ സംഘടനാ മികവിനും രാഷ്ട്രീയ പോരാട്ട ശേഷിക്കും പുറമെ സംസ്ഥാനത്തെ വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യവും പരിഗണിക്കുന്നതായാണ് സൂചന. ക്രൈസ്തവ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തുള്ള നേതൃത്വ തിരഞ്ഞെടുപ്പും ചർച്ചകളിൽ പ്രധാന ഘടകമായെന്നാണ് അറിയുന്നത്. ഈ പരിഗണനകളും മാത്യു കുഴൽനാടന് അനുകൂലമായി മാറിയതായാണ് സൂചന. നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച കുഴൽനാടന്റെ രാഷ്ട്രീയ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് കരുത്തേകുന്നു. പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും ചുറ്റിപ്പറ്റി മാസപ്പടി വിവാദം, എക്സാലോജിക്ക്, CMRL വിഷയങ്ങൾ തുടങ്ങിയ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുകയും വിഷയങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തതിലൂടെ കുഴൽനാടൻ ശ്രദ്ധ നേടിയിരുന്നു. പാർട്ടിയിലെ യുവാക്കൾ കാത്തിരിക്കുന്നത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു യുവാവിന്റെ കരുത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും പാർട്ടിയിലെ യുവത്വത്തിനെതിരെ ഉണ്ടാകുന്ന CPM-ന്റെയും BJP-യുടെയും തരംതാണ രീതിയിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും നിയമപരമായ സുരക്ഷ ഒരുക്കുന്നതിനും ഒരേ സമയം സാധിക്കുന്ന ഒരു അധ്യക്ഷന്റെ വരവിനെയാണ്. അവിടെ കരുത്തും തഴക്കവും ധൈര്യവുമുള്ള യുവത്വത്തെ പ്രതിനിധീകരിക്കാൻ മാത്യുവിനാകുമെന്നാണ് യുവതലമുറ കരുതുന്നത്. ഹൈക്കമാൻഡ് കൂടി ആ നിലപാടിലേക്ക് എത്തിയാൽ മാത്യു അധ്യക്ഷനാകും.
കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ.